കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഇതൊരു പരീക്ഷയുടെ കാലമാണ്. ഒരുപാട് മക്കൾ പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അവരുടെ മാതാപിതാക്കളാണെങ്കിൽ ഒത്തിരി ഉത്കണ്ഠാകുലരാണ്. അപ്പോൾ ഈ സമയത്ത് ഒരു അനുയോജ്യമായ ഒരു വചനം എന്താണെന്ന് വിചാരിച്ചാൽ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 38 മുതലുള്ള വചനങ്ങളാണ്. അവിടെ കർത്താവും സ്ലീഹന്മാരും കൂടി വഴിയിലൂടെ നടന്നു പോകുമ്പോൾ മർത്തായും മേരിയും ഭവനത്തിലായിരുന്നു. മർത്ത കർത്താവിനെ കണ്ടു വീട്ടിലേക്ക് വിളിച്ചു. അങ്ങനെ മർത്ത ആതിഥ്യ മര്യാദയോടുകൂടി കർത്താവിന് വേണ്ടി സ്ലീഹന്മാർക്ക് വേണ്ടി അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ മേരി ചെയ്തൊരു കാര്യമുണ്ട്. അവൾ എന്ത് ചെയ്തു? അതിൽ 39-ാമത്തെ വചനം പറയുകയാണ്, അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കൽ ഇരുന്നു. മർത്തയാകട്ടെ പലവിധ ശുശ്രൂഷയിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. ഈ മേരിയെക്കുറിച്ച് പറയുന്നത്, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. എന്താണ് മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തത്? അവൾ കർത്താവിൻ്റെ പാദാന്തികത്തിലിരുന്ന് ദൈവം പറഞ്ഞ വചനങ്ങൾ പഠിക്കുകയായിരുന്നു. മക്കളെ, നമ്മുടെ കുടുംബത്തിൽ മക്കൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അവരുടെ മാതാപിതാക്കൾ ഈ സമയം ഭവനത്തിലിരുന്നു കൊണ്ടൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഈ പഠിക്കുന്ന മക്കൾ കുറച്ച് സമയം ദൈവത്തിൻ്റെ ആരാധനയ്ക്കായിട്ട് സമയം ചെലവഴിക്കട്ടെ. പലപ്പോഴും കുടുംബ പ്രാർത്ഥന ചെല്ലാതെ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് മക്കളെ പഠിപ്പിക്കുന്ന മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരിക്കലൊരു അനുഗ്രഹമല്ല. ആ മക്കൾക്ക് വിജയം നൽകുന്നത് കർത്താവാണ്. പ്രിയമുള്ളവരെ, നിയമാവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൽ അതിൽ 3-ാമത്തെ വചനം എത്ര മനോഹരമായിട്ട് പറയുന്നേ. അവിടുന്ന് തൻ്റെ ജനത്തെ സ്നേഹിച്ചു, തൻ്റെ വിശുദ്ധരെല്ലാവരും അവിടുത്തെ കരങ്ങളിലായിരുന്നു. ഇപ്പോൾ വിശുദ്ധരൊക്കെ കർത്താവിൻ്റെ കരങ്ങളിലാണ്. അവിടുത്തെ പാദാന്തികത്തിലിരുന്ന് അവിടുത്തെ വചനം അവർ ശ്രവിച്ചു. അപ്പോൾ വിശുദ്ധർ അവിടുത്തെ വചനം പാദാന്തികത്തിലിരുന്ന് ശ്രവിച്ചു. നമ്മുടെ മക്കൾ പരീക്ഷ പാസ്സാകണോ? ആരാധനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവഭക്തിയാണ് ആ ജ്ഞാനത്തിൻ്റെ ആരംഭം. ദൈവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. അപ്പോൾ ഭക്തിയില്ലാത്ത മക്കൾക്കല്ല വിദ്യാഭ്യാസം കിട്ടുന്നത്, ജ്ഞാനം കിട്ടുന്നത് ഭക്തിയുള്ള മക്കൾക്കാണ്. അതുകൊണ്ട് ഈ ഒരു ബോധ്യത്തോടു കൂടി മക്കളെ വിശ്വാസത്തിൽ വളർത്തി ദൈവഭക്തിയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ എല്ലാവർക്കും കഴിയട്ടെ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തതുപോലെ യേശുവിൻ്റെ വചനം ശ്രവിച്ച് യേശുവിൻ്റെ പാദാന്തികത്തിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു കൃപ എല്ലാ മക്കൾക്കും ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കാര്യങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പഠിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. കർത്താവ് ഇടപെടണമേ, പഠിക്കുവാനുള്ള വലിയ കൃപ നൽകി അനുഗ്രഹിക്കണമേ, പഠനത്തിൽ വിജയം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ആരാധന സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിപ്പിക്കണേ, എന്നെ പഠിപ്പിക്കണേ, യേശുവേ എന്നെ നീ പഠിപ്പിക്കണേ, പഠിപ്പിക്കണേ, എന്നെ പഠിപ്പിക്കണേ, യേശുവേ എന്നെ നീ പഠിപ്പിക്കണേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.